ജീവിതത്തിന് ഭാവന എന്നതുപോലെ സാംസ്കാരിക സാഫല്യത്തിന് ഒരു നദി വേണം. മഹത്തായ സംസ്കാരമുള്ള നാടുകൾക്കെല്ലാം ഒരു നദിയും സന്തത സഹചാരിയായി ഉണ്ടായിരിക്കും. നൈലും ടൈഗ്രീസും യൂഫ്രട്ടീസും സിന്ധുവും ഗംഗയുമെല്ലാം മഹത്തായ സംസ്കാരങ്ങളുടെ സ്രോതസ്സുകളായിരുന്നു. മലയാളമയുടെ സംസ്കാരത്തെ വളർത്തി വലുതാക്കിയ ഒരു നദി നമുക്കുമുണ്ട്. ഒരു ജനതയുടെ സർഗാത്മക സാംസ്കാരിക നവോത്ഥാന ചേതനകളെ തൊട്ടുണർത്തിയ നിളാനദി എന്ന ഭാരതപ്പുഴ. ഒരു സംസ്കാരത്തിന്റെ സർഗചേതനയെ തൊട്ടുണർത്തുന്ന വസന്തമാണ് ഈ പുഴയും ഇതിന്റെ തീരങ്ങളും. എന്നാൽ ഇന്ന് ഈ പുഴ നമുക്കൊരു നൊമ്പരമാണ്. തനിമയുടെയും സാംസ്കാരിക വികാസത്തിന്റെയും ഒരു മഹാപ്രവാഹമായി അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പുഴ ഇന്ന് പാരിസ്ഥിതിക ചൂഷണത്തിന്റെ യഥാർത്ഥ ഇരയായി മാറിയിരിക്കുന്നു. സാമൂഹ്യബോധവും സാംസ്കാരിക ബോധവുമില്ലാത്ത ഒരു ജനതയുടെ മുൻപിൽ ഈ മഹാപ്രവാഹം ഒരു നീർച്ചാലായി മാറിയിരിക്കുന്നു. പ്രകൃതിയുടെ മരണം സംസ്കാരത്തിന്റെ മരണമാണ്. നിളയിൽ ഇന്ന് നടക്കുന്ന ഒരേ ഒരു സാംസ്കാരിക പ്രവർത്തനം മനുഷ്യന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. മാനവരാശിയുടെ പുതിയ പേടിസ്വപ്നവും മനുഷ്യൻ തന്നെ. അവന്റെ സൃഷ്ടിമുഖമായ പ്രവൃത്തികൾ മൂലം ഭൂമി നാശോന്മുഖമാകുന്നു. സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കളിത്തൊട്ടിലായിരുന്ന നിളാനദി ഒരു ജനതയ്ക്ക് മുഴുവൻ മാതാവായി തീർന്നതിന്റെ സാംസ്കാരിക ചരിത്രം ഇന്നൊരു പഴങ്കഥയായി മാറിയിരിക്കുന്നു. പുരാതനമായ ഈ നദിയും ഈ നദി നട്ടു നനച്ചു വളർത്തിയ ഒരു സംസ്കാരവും ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുകൊണ്ട് ലോകത്തൊരിടത്തും സംഭവിച്ചിട്ടില്ലാത്തത്ര വേഗത്തിലാണ് ഭാരതപ്പുഴയിലെ മണൽ നിക്ഷേപം കൊള്ളയടിക്കപ്പെട്ടത്. മണൽ മാഫിയകൾ മുതൽ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും വരെ ഈ കൊള്ളയിൽ പങ്കുചേരുന്നു. മണല്ലോറികൾ ഉഴുതുമറിച്ചിട്ട നിളയുടെ നെഞ്ചകത്താണ് ഇപ്പോൾ മലയാള സംസ്കൃതിയുടെ അന്തകരായി പുൽക്കാടുകൾ നിറഞ്ഞിരിക്കുന്നത്. അഞ്ചടിയോളം മണൽ വിരിപ്പുണ്ടായിരുന്ന ഭാരതപ്പുഴയിൽ പുഴയ്ക്കടിയിൽ ചെറിയ ചെറിയ മണൽ തരികൾക്കിടയിൽ രൂപപ്പെടുന്ന അനന്തമായ സ്ഥലത്ത് അളവറ്റ ജലം സംരക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ മലയാളി കുഴൽക്കിണറുകൾ കുഴിച്ച് ഭൂഗർഭ ജലവിധാനം താഴ്ത്തുന്ന യാന്ത്രിക മനുഷ്യനായപ്പോൾ നിളാതീരത്ത് ജലസാന്നിധ്യവും ആർദ്രതയും ഓർമ്മകൾ മാത്രമായി. ഇങ്ങനെ നാം ചെയ്തു കൂട്ടുന്ന ഏതു പ്രവൃത്തിയും ഈ പുഴയുടെ നാശത്തിനായി മാറുകയായിരുന്നു. പ്രകൃതിയെ നിരന്തരം കൈയേറ്റം ചെയ്ത് കാടും പുഴയും കുന്നും മലയും നശിപ്പിച്ചു മുന്നേറുന്ന നമ്മുടെ വികസന സങ്കല്പം ഈ പുഴയുടെ അന്തകനാകുന്നു. ദുരമൂത്ത മനുഷ്യൻ പുഴ കയ്യേറി പറമ്പാക്കുന്നു.
പിന്നീട് കുടികിടപ്പ് അവകാശം പറഞ്ഞ് സ്വന്തമാക്കുന്നു. ഇന്ന് നിളാതീരം മാലിന്യങ്ങൾ തള്ളിക്കളയാനുള്ള ഓടച്ചാലായി മാറിയിരിക്കുന്നു. അനുനിമിഷം ഗ്രാമങ്ങളെ വിഴുങ്ങുന്ന നാഗരിക ജീവിതം അളവറ്റ അജീർണ മാലിന്യങ്ങളെയാണ് നിളയിലും തീരങ്ങളിലുമായി നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ ജീവിത മാലിന്യങ്ങളുടെ നഗര സംസ്കാരം അക്ഷരാർത്ഥത്തിൽ നിളയെ കൊല്ലുന്ന ഒരു പ്രകൃതി വിരുദ്ധ വ്യവസ്ഥയാണ് നടപ്പാക്കുന്നത്. കാലത്തിന്റെ അനന്തമായ പാച്ചിലിൽ ഭൗതിക സുഖങ്ങൾ വാരിക്കൂട്ടാനുള്ള യാത്രയിൽ ദുരയും അഹങ്കാരവും അജ്ഞാനവും മൂലം മലയാളി വിജയക്കൊടി നാട്ടുന്നത് സ്വന്തം ശവപ്പറമ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിളാതീരത്ത് കർമ്മബന്ധങ്ങൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ അവന് ബിസ്ലേരിയെ ആശ്രയിക്കേണ്ടി വന്നത്. മതിലുകൾക്കക്കരെ പുഴ കരഞ്ഞിടുന്നു, വരിക ഭഗീരഥ വീണ്ടും, വരിക ഭഗീരഥ വീണ്ടും. വാമനന്മാരായളന്നളന്നവരെന്റെ തീരങ്ങളിൽ വേലി ചാർത്തി, വേദന പാരതന്ത്ര്യത്തിന്റെ വേദന പോരു ഭഗീരഥ വീണ്ടും. ആധുനിക മലയാളി ഈ പുഴയെ കൊല്ലുവാൻ ഭഗീരഥ പ്രയത്നം നടത്തുമ്പോൾ ഒരു പുഴയെ ലഭിക്കുവാൻ കഠിന പ്രയത്നം ചെയ്ത ഭഗീരഥന്റെ കഥ ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു മിത്തായി കിടക്കുന്നു. ആഘോഷങ്ങൾ എല്ലാവർക്കുമുണ്ട്, എല്ലാത്തിനുമുണ്ട്. പ്രകൃതിക്കും ഒരു ദിനമുണ്ട്. പരിസ്ഥിതി ദിനമെന്ന പേരിൽ എല്ലാ വർഷവും ജൂൺ 5 നാം എല്ലാവരും അത് ആഘോഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യഗർവിന്റെ പുകയും പൊടിയും ഉള്ളിലേറ്റി തോളിൽ വിജ്ഞാനത്തിന്റെ ഭാണ്ഡക്കെട്ടും പേര് നിൽക്കുന്ന കുട്ടികളെ കൊണ്ട് സ്കൂൾ വളപ്പിൽ ഒരു മരം നട്ടുപിടിപ്പിച്ച് അധികാരികൾ ഈ ദിവസം വിപുലമായി ആഘോഷിക്കുന്നു. അതിനുമപ്പുറം എന്ത് പരിസ്ഥിതി, എന്ത് വനങ്ങൾ, എന്ത് പുഴകൾ! എന്റെ പൈക്കന്നിന്നു നീർ കൊടുത്തിടാതെ, എന്റെ പൊന്മാനിന്നു മീനു നൽകിയിടാതെ, എന്റെ മണ്ണിരകൾക്കു ചാലു നൽകിയിടാതെ, കുസൃതിക്കുരുന്നുകൾ ജലകേളിയാടാതെ, കുപ്പി വളത്തരുണി മുങ്ങി നീരാടാതെ, ആറ്റുവഞ്ചിക്കുഞ്ഞിനുമ്മ നൽകിയിടാതെ, വയലുവാരങ്ങളിൽ കുളിരു കോരിയിടാതെ, എന്തിന്നു പുഴയെന്ന പേരുമാത്രം പോരു ഭഗീരഥ വീണ്ടും, കൊണ്ടുപോകൂ ഭഗീരഥ വിണ്ണിൽ. ഇന്ന് ഈ തീരത്ത് ഈ വിലാപങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത്. യവനികയ്ക്ക് പിന്നിൽ വിതുമ്പുന്ന പുഴയുടെ ഈ ചരമഗീതം സുവ്യക്തമാണ്. നീരും ഐശ്വര്യവും വറ്റി അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന നിളാനദിയിലെ ഓളവും ഒഴുക്കും നിലയ്ക്കുന്നത് വരാനിരിക്കുന്ന ഒരു മഹാവിപത്തിന്റെ മുന്നറിയിപ്പാണ്. കാരുണ്യത്തിന്റെ നീരൊഴുക്ക് വറ്റിപ്പോകും മുൻപ്, കവിതകളുടെയും കിനാക്കളുടെയും നിലവുകളുടെയും അലകൾ അടങ്ങും മുൻപ് നിളയെ അറിയുക. അല്ലെങ്കിൽ വരും തലമുറകൾക്ക് നിളാനദി ഒരു സങ്കല്പം മാത്രമാകും.
നിളാനദി ഒരു നുണക്കഥയാണെന്ന് അവർ പറയുമ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല. കാരണം വിലാപങ്ങൾക്കപ്പുറം പിന്നെ ഇവിടെ ജീവിതമില്ല. ചാലുകളിലെല്ലാം ഉണങ്ങിയ മണൽ കത്തി നേരമിരുണ്ടും വെളുത്തും കടന്നുപോം. ഒടുവിൽ അഹല്യയെപ്പോലെ വസുന്ധര ഒരു ജലസ്പർശമോക്ഷം കൊതിക്കും. അവിടെ ഒരു ശ്രീരാമ ശീതളസ്പർശമായി തിരികെ ഞാനെത്തും വരയ്ക്കാനയിക്കുക.